അപ്പോൾ സെൻസേഷൻസ് ആൻഡ് റെസ്പോൺസസ്, ഉദ്ദീപനങ്ങളും പ്രതികരണങ്ങളും എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലെ പേജ് ഒന്ന് നോക്കിയേക്കൂ. വ്യത്യസ്ത തരത്തിലുള്ള ഉദ്ദീപനങ്ങളും അതിനനുസരിച്ചുള്ള പ്രതികരണങ്ങളും നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. എന്താണ്, കുട്ടി മാങ്ങ തിന്നുന്നുണ്ട്. അപ്പോൾ ആ കുട്ടി ആ മാങ്ങയുടെ, അല്ലെങ്കിൽ നമ്മളൊരു മാങ്ങ കഴിക്കുകയാണെങ്കിൽ ആ മാങ്ങയുടെ പുളിയും മധുരവും ഒക്കെ നമുക്ക് ആസ്വദിക്കാൻ കഴിയും. അതുപോലെ തണുത്ത ജലം, ആ തോട്ടിൽ നിന്ന്, ആ ചെറിയ തോടിലൂടെ ഒഴുകുന്ന വെള്ളത്തിൽ ഒരു കുട്ടി മുഖം കഴുകുന്നുണ്ട്. അപ്പോൾ എന്താണ്, ആ കുട്ടിക്ക് ആ വെള്ളത്തിൻ്റെ തണുപ്പ് ആസ്വദിക്കാൻ കഴിയും. ഒരു തേരട്ട ചലിച്ചു പോകുമ്പോൾ നമ്മൾ അതിനൊന്ന് ടച്ച് ചെയ്താൽ അത് ചുരുളുന്നത് കാണാം. അതെന്താണ്, നമ്മുടെ ടച്ചിന് ആ തേരട്ട പ്രതികരിച്ചതാണത്. മാങ്ങയുടെ രുചിക്ക് നമ്മൾ പ്രതികരിച്ചതാണ് കഴിക്കുക. വെള്ളത്തിൻ്റെ തണുപ്പിനനുസരിച്ച് നമ്മൾ പ്രതികരിച്ചതാണ് അത് മുഖത്തേക്ക് തെളിച്ചത്. കുറേ തത്തകൾ പാറിപ്പോകുന്നുണ്ട്. കുട്ടികൾ ചെണ്ട കൊട്ടുന്ന ശബ്ദമാണിവിടെ ഉദ്ദീപനമായിട്ട് വർത്തിച്ചത്. അതിനനുസരിച്ച് ഈ തത്തകൾ പാറിപ്പോയപ്പോൾ അത് അവയുടെ റെസ്പോൺസ് അല്ലെങ്കിൽ പ്രതികരണമായി. ഇത്തരത്തിൽ ജീവികളിൽ ഇങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള പ്രതികരണങ്ങൾക്ക് കാരണമാകുന്ന പ്രേരണകളാണ് ഉദ്ദീപനങ്ങൾ. ഫാക്ടേഴ്സ് ദാറ്റ് എവോക്ക് റെസ്പോൺസസ് ഇൻ ഓർഗാനിസംസ് ആർ കാൾഡ് സ്റ്റിമുലൈ. സിംഗുലർ ആകുമ്പോൾ സ്റ്റിമുലസ്, കുറേ ഉദ്ദീപനങ്ങൾ വരുമ്പോൾ സ്റ്റിമുലൈ. ഇനി ഈ സ്റ്റിമുലസ് എക്സ്റ്റേണലായിട്ട് വരാം, പുറമേ നിന്ന് വരാം, അല്ലെങ്കിലോ ഇൻറ്റേർണലായിട്ട് വരാം. എക്സ്റ്റേണൽ സ്റ്റിമുലസ് ആണ് ഇങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള കാഴ്ചകൾ, ശബ്ദങ്ങൾ, രുചി, ഗന്ധം, ഇതൊക്കെ പുറത്തുനിന്ന് വരുന്നതാ. അതിന് പറയുന്ന പേരാണ് ബാഹ്യ ഉദ്ദീപനം. ചിലതൊക്കെ ഉള്ളിൽ നിന്ന് വരുന്നതുണ്ട്. ദാഹം, വിശപ്പ്, ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ നിന്നുള്ള ഉദ്ദീപനങ്ങളാണ്. അതിനനുസരിച്ച് നമ്മൾ പ്രതികരിക്കും. വെള്ളത്തിന് ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കും, വിശക്കുമ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കും. അതൊക്കെ ഈ ആന്തര ഉദ്ദീപനങ്ങൾക്കുള്ള നമ്മുടെ റെസ്പോൺസുകളാണ്, പ്രതികരണങ്ങളാണ്. അപ്പോൾ ഇത് ആണ് ഉദ്ദീപനം, ഇതുപോലെ അതിനനുസരിച്ചുള്ള റെസ്പോൺസ്. ഇങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള ഉദ്ദീപനങ്ങൾ വരുമ്പോൾ അവയെ നമ്മുടെ വ്യത്യസ്ത ഇന്ദ്രിയങ്ങൾ, പഞ്ചേന്ദ്രിയങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. ഈ ഉദ്ദീപനങ്ങളെ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് എത്തിക്കുന്നതിനുള്ള വാതിലുകളാണ് നമ്മുടെ കണ്ണ്, മൂക്ക്, വായ, തൊലി, നാവ്. ഇതിലൂടെയാണ് നമ്മൾ ഈ ബാഹ്യമായ ഉദ്ദീപനങ്ങളെ അറിയുന്നത്. അതിനനുസരിച്ചിട്ട് എന്നിട്ട് ഈ ഉദ്ദീപനങ്ങളെ നമ്മുടെ തലയിലേക്ക് എത്തിക്കണം, നമ്മുടെ തലച്ചോറിലേക്ക് എത്തിക്കണം. അവിടെ നിന്ന് നമ്മുടെ തലച്ചോറ് എന്ത് ചെയ്യും, ഏത് തരത്തിലാണോ പ്രതികരണം വേണ്ടത് എന്ന് തിരിച്ചു മറുപടി അയക്കും. അങ്ങനെയാണ് നമ്മൾ പ്രതികരിക്കുന്നത് വ്യത്യസ്ത ഉദ്ദീപനങ്ങൾക്കനുസരിച്ച്. ഇങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള സ്റ്റിമുലസുകളെ കൺട്രോൾ ചെയ്യുന്നതും കോർഡിനേറ്റ് ചെയ്യുന്നതും, സ്റ്റിമുലസുകളെയും അതിനനുസരിച്ചുള്ള പ്രതികരണങ്ങളെയും റെസ്പോൺസുകളെയും നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത്, കൺട്രോൾ ആൻഡ് കോർഡിനേറ്റ് എ സിസ്റ്റം, ഒരു വ്യവസ്ഥയുണ്ട്. അതാണ് നാഡീ വ്യവസ്ഥ അല്ലെങ്കിൽ നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് നെർവസ് സിസ്റ്റത്തെക്കുറിച്ചാണ്, ആ നാഡീ വ്യവസ്ഥയെക്കുറിച്ചാണ്. അപ്പോൾ നമ്മൾ പഞ്ചേന്ദ്രിയങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ 5 സെൻസ് ഓർഗൻസിലൂടെയാണ് എക്സ്റ്റേണലായ സ്റ്റിമുലസുകളെ അനുസരിച്ച് ആ എക്സ്റ്റേണൽ സ്റ്റിമുലസുകളെ നമ്മുടെ ബ്രെയിനിലേക്ക് എത്തിക്കുന്നതെന്ന് പറഞ്ഞല്ലോ. അങ്ങനെ എത്തിക്കുവാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ സെൻസ് ഓർഗൻസ്, പഞ്ചേന്ദ്രിയങ്ങളായ കണ്ണ്, മൂക്ക്, ചെവി, നാക്ക്, ത്വക്ക്, ഇതിലൊക്കെയുള്ള സ്പെഷ്യലൈസ്ഡ് സെൽസ് ഉണ്ട്, പ്രത്യേകതരം കോശങ്ങളുണ്ട്. അവയുടെ പേരാണ് റിസപ്റ്റർ സെല്ലുകൾ. അപ്പോൾ ഇതിനൊക്കെ കൺട്രോൾ ചെയ്യുന്നതും കോർഡിനേറ്റ് ചെയ്യുന്നതും നെർവസ് സിസ്റ്റമാണ് എന്ന് പറഞ്ഞല്ലോ. നാഡീവ്യവസ്ഥ, ഈ നാഡീവ്യവസ്ഥയ്ക്ക് പ്രധാനമായും 4 ഭാഗങ്ങളാണുള്ളത്. അതിലാദ്യത്തെ അതാണ് ഈ നെർവ് സെൽസ്, അല്ലെങ്കിൽ ഈ റിസപ്റ്റർ സെൽസ് അല്ലെങ്കിൽ ഗ്രാഹികൾ എന്ന് പറഞ്ഞത്. ഈ ഗ്രാഹികൾ കാണപ്പെടുന്നത് നമ്മുടെ സെൻസ് ഓർഗൻസായ കണ്ണ്, മൂക്ക്, നാക്ക്, ചെവി, ത്വക്ക് എന്നിവയിലാണ്. പഞ്ചേന്ദ്രിയങ്ങളായ കണ്ണിലും മൂക്കിലും നാക്കിലും ത്വക്കിലുമൊക്കെ വ്യത്യസ്ത തരത്തിലുള്ള നാഡീ കോശങ്ങളുണ്ട്, ഗ്രാഹി കോശങ്ങളുണ്ട്. അവയുടെ പേരാണ് റിസപ്റ്റർ സെല്ലുകൾ. അങ്ങനെ ഈ സന്ദേശങ്ങൾ
അതായത് പുറത്തുനിന്ന് വ്യത്യസ്ത തരത്തിലുള്ള കാഴ്ച, കേൾവി, ശബ്ദം, രുചി, സ്പർശം, ഗന്ധം, ചൂട്, തണുപ്പ് തുടങ്ങിയ വ്യത്യസ്ത സ്റ്റിമുലസുകൾ ഉണ്ടാകുമല്ലോ, ഉദ്ദീപനങ്ങൾ. ആ ഉദ്ദീപനങ്ങളെ സ്വീകരിക്കുന്നത് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിലുള്ള ഗ്രാഹി കോശങ്ങളാണ്, റിസപ്റ്റർ സെൽസ് ആണ്. റിസപ്റ്റർ സെൽസ് ഇവയെ സന്ദേശങ്ങളാക്കി, മെസ്സേജുകളാക്കിയിട്ട് നമ്മുടെ നെർവുകൾക്ക് കൊടുക്കും, നാഡികൾക്ക് കൊടുക്കും. നാഡികളിലൂടെ അവ സ്പൈനൽ കോഡിലെത്തി, സ്പൈനൽ കോഡിൽ നിന്നും ബ്രെയിനിലേക്ക് എത്തി, ബ്രെയിൻ അവിടുന്ന് തിരിച്ച് മറുപടിയും കൊടുക്കും. അപ്പോൾ ഈ സന്ദേശങ്ങളുടെ വേഗത 431 km/h. ഒരു മണിക്കൂറിൽ 431 കിലോമീറ്ററാണ് ഇതിൻ്റെ വേഗത. ഏകദേശം ഇതിൻ്റെ വേഗത എന്ന് പറയുന്നത് ബുഗാട്ടി വെറോൺ സ്പോർട്സ് കാറിൻ്റെ വേഗതയാണ്. അതിൻ്റെ 11.5 കോടി എങ്ങാണ്ടാണ് ഒരു കാറിൻ്റെ വില. അപ്പോൾ അത്രയും വേഗത്തിലാണ് നമ്മുടെ ശരീരത്തിലൂടെ ഇലക്ട്രിക് ഇമ്പൾസുകളായിട്ട്, വൈദ്യുത ആവേഗങ്ങളായിട്ട് ഇവ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഉപയോഗിച്ചിട്ടാണ് നാഡീവ്യവസ്ഥയിലെ, നെർവസ് സിസ്റ്റത്തിലെ 4 പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. എന്തൊക്കെയാണ്? റിസപ്റ്റേഴ്സ് അല്ലെങ്കിൽ ഗ്രാഹികള്, അത് കഴിഞ്ഞാൽ നെർവ്, സ്പൈനൽ കോഡ് അല്ലെങ്കിൽ സുഷുമ്ന, മസ്തിഷ്കം അല്ലെങ്കിൽ ബ്രെയിന്. ഇതെല്ലാം ഉണ്ടാക്കിയിട്ടുള്ള അടിസ്ഥാന ഘടകമാണ് നാഡീകോശം അല്ലെങ്കിൽ ഒരു ന്യൂറോൺ എന്ന് പറയുന്നത്. അപ്പൊ ന്യൂറോണിന്റെ സെൽ ബോഡിയാണിത്. ഈ സെൽ ബോഡിയിൽ കാണപ്പെടുന്ന പ്രൊജക്ഷൻസ് ഉണ്ട്, അതിന്റെ പേരാണ് ഡെൻഡ്രോൺ. ഡെൻഡ്രോന്റെ പ്രത്യേകത എന്താണ്? ഷോർട്ട് ഫിലമെന്റ് ഫ്രം ദ സെൽ ബോഡി carries impulses from dendrite to the cell body. ഈ ഡെൻഡ്രൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഈ ഡെൻഡ്രോണുകളുടെ അറ്റങ്ങൾ ബ്രാഞ്ചുകളായിട്ട് പിരിഞ്ഞിട്ടുണ്ട്, അതിനെയാണ് ഡെൻഡ്രൈറ്റ് എന്ന് പറയുന്നത്. ഇതിന്റെ ഫംഗ്ഷൻ എന്താണ്? പാർട്ട് ദാറ്റ് റിസീവ് ഇമ്പൾസ് ഫ്രം അഡ്ജസന്റ് ന്യൂറോൺ. തൊട്ടടുത്ത ന്യൂറോണിൽ നിന്നും ഇമ്പൾസുകളെ അല്ലെങ്കിൽ ആവേഗങ്ങളെ സ്വീകരിക്കുന്ന ഭാഗങ്ങളാണ് ഡെൻഡ്രൈറ്റുകൾ. ഈ സെൽ ബോഡിയിൽ നിന്നും ഒരു ഫിലമെന്റ് മാത്രം വളരെ ഇലോങ്ങേറ്റഡ് ആയിട്ട് കാണപ്പെടും, നീളം കൂടിയ തന്തുവായി കാണപ്പെടും. അതിന്റെ പേരാണ് ആക്സോൺ. ഈ ആക്സോണിന്റെ അറ്റത്തും എന്തുണ്ട്? കുറെ ബ്രാഞ്ചുകളുണ്ട്. ആ ബ്രാഞ്ചുകളുടെ പേരാണ് ആക്സോണേറ്റ്. അപ്പൊ ആക്സോണിന്റെ ധർമ്മം എന്താണ്? carries impulses from the cell body to outside. സെൽ ബോഡിയിൽ നിന്നും ആവേഗങ്ങളെ പുറത്തേക്ക് വഹിക്കുന്നത് ആക്സോണുകളാണ്. ആക്സോണിന്റെ അറ്റത്ത് കാണപ്പെടുന്ന ശാഖകളാണ് ആക്സോണേറ്റ്. അതിന്റെ ഫംഗ്ഷൻ carries impulse to the synaptic knob. സിനാപ്റ്റിക് നോബിലേക്ക് ആവേഗങ്ങളെ കൊണ്ടുപോകുന്നവരാണ് ആക്സോണേറ്റുകൾ. ഇനി ആ ആക്സോണേറ്റുകളുടെ അറ്റത്ത് ഓരോ നോബ് കാണാം, അതിന്റെ പേരാണ് സിനാപ്റ്റിക് നോബ്. കറുത്ത മുത്തുപോലെ കാണപ്പെടുന്നത് സിനാപ്റ്റിക് നോബ്. അതിന്റെ ഫംഗ്ഷൻ എന്താണ്? സെക്രീറ്റ് ന്യൂറോ ട്രാൻസ്മിറ്റർ. നാഡീയ പ്രേഷകങ്ങളെ സ്രവിപ്പിക്കുന്നവരാണ് ഈ സിനാപ്റ്റിക് നോബുകൾ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഈ സ്ട്രക്ചർ. ഇത് വരച്ച് അടയാളപ്പെടുത്തി ഭാഗങ്ങളുടെ പേരും അവയുടെ ധർമ്മവും പഠിച്ചിരിക്കണം. അപ്പോൾ ഷ്വാൻ സെൽസ് നാഡികളിലാണ് കാണപ്പെടുന്നത്, ഫൗണ്ട് ഇൻ നോസ്. ഒലിഗോഡെൻഡ്രോസൈറ്റ് കാണപ്പെടുന്നതോ മസ്തിഷ്കം, സുഷുമ്ന എന്നിവയിൽ, ഫൗണ്ട് ഇൻ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. ഇവ എന്താ ചെയ്യുന്നത്? ഷ്വാൻ സെൽസ് നെർവ്സിൽ മൈലിൻ ഷീത്ത് ഉണ്ടാക്കും. ഒലിഗോഡെൻഡ്രോസൈറ്റോ ബ്രെയിനിലുള്ള, സ്പൈനൽ കോഡിലുള്ള ആക്സോണുകളിൽ ആവർത്തിച്ച് കവർ ചെയ്തിട്ട് അവിടെ മൈലിൻ ഷീത്ത് ഉണ്ടാക്കും. ഈ ഫങ്ഷൻസ് ഓഫ് മൈലിൻ ഷീത്ത്, മൈലിൻ ഷീത്തിന്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ദ മേജർ ഫങ്ഷൻസ് ഓഫ് ദ മൈലിൻ ഷീത്ത് ആർ. മൈലിൻ ഷീത്തിന്റെ പ്രധാന ധർമ്മങ്ങൾ: 1. ടു പ്രൊവൈഡ് ന്യൂട്രിയൻസ് ആൻഡ് ഓക്സിജൻ ടു ദ ആക്സോൺ. ആക്സോണിന് ആവശ്യമായ പോഷകങ്ങളും ഓക്സിജനും നൽകുക. 2. ആക്സിലറേറ്റ് ഇമ്പൾസസ്. ആവേഗങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കുക. 3. ആക്ട് ആസ് ആൻ ഇലക്ട്രിക് ഇൻസുലേറ്റർ. ഒരു ഇലക്ട്രിക് ഇൻസുലേറ്റർ ആയിട്ട് പ്രവർത്തിക്കുക, വൈദ്യുത കവചമായിട്ട് പ്രവർത്തിക്കുക. 4ാമത്തെ പോയിന്റ്, പ്രൊട്ടക്ട് ദ ആക്സോൺ ഫ്രം എക്സ്റ്റേണൽ ഷോക്സ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കുക, നോട്ട് എഴുതുക, പഠിക്കുക. നമുക്ക് ഗ്രേ മാറ്റർ എന്താണ്, വൈറ്റ് മാറ്റർ എന്താണ് എന്ന് കൂടി ഒന്ന് നോക്കാനുണ്ട്. The part of the brain and the spinal cord where
myelinated nerve cells are present in abundance is called white matter. അതായത് നമ്മുടെ ബ്രെയിനിലെയും സ്പൈനൽ കോഡിലേക്ക് മസ്തിഷ്കത്തിലെയും സുഷുമ്നയിലെയും ഒക്കെ ചില ഭാഗങ്ങളിൽ ഈ മൈലിൻ ഷീത്തുള്ള നെർവ് സെൽസ് ഒരു കൂട്ടമായിട്ട് കാണപ്പെടും. അതിനെ പറയുന്ന പേരാണ് വൈറ്റ് മാറ്റർ. എന്നാൽ ചില ഭാഗങ്ങളിലോ ഒട്ടും മൈലിൻ ഇല്ലാത്ത നെർവ് കോശങ്ങളെ നാഡീകോശങ്ങളെയാണ് കാണപ്പെടുക. അതിന് പറയുന്ന പേരാണ് ഗ്രേ മാറ്റർ. ദ പാർട്ട് where non-myelinated nerve cells are present is called gray matter. ഇനി ട്രാൻസ്മിഷൻ ഓഫ് ഇമ്പൾസസ്, ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് എങ്ങനെയാണ് ഇമ്പൾസുകളെ കൈമാറ്റം ചെയ്യപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ഒരു സ്റ്റിമുലസ്, ഒരു ഉദ്ദീപനം വരും. ആ ഉദ്ദീപനങ്ങളെ നമ്മുടെ കണ്ണോ മൂക്കോ തൊലിയോ വായേ എന്തു ചെയ്യും, അവിടേക്കുള്ള ഗ്രാഹി കോശങ്ങൾ റിസപ്റ്റർ സെൽസ് റിസീവ് ചെയ്യും. എന്നിട്ട് അവയെ ഇമ്പൾസുകളാക്കിയിട്ടാണ് നമ്മുടെ നെർവിലൂടെ, നാഡികളിലൂടെ നമ്മുടെ മസ്തിഷ്ക സ്പൈനൽ കോഡിലേക്ക്, നട്ടെല്ലിലേക്കും അവിടെ നിന്നും തലയിലേക്കും എത്തിക്കുന്നത്. അതെങ്ങനെയെന്നാണ് ഇനി നോക്കുന്നത്. ദ മെസ്സേജസ് ദാറ്റ് ആർ കണ്ടക്റ്റഡ് ത്രൂ ന്യൂറോൺസ് ആർ കാൾഡ് ഇമ്പൾസസ്. നാഡികളിലൂടെ പ്രേഷണം ചെയ്യപ്പെടുന്ന സന്ദേശങ്ങളാണ് ആവേഗങ്ങൾ. These impulses get transmitted in the form of electric charges. ആവേഗങ്ങൾ സഞ്ചരിക്കുന്നത് വൈദ്യുത പ്രവാഹമായിട്ടാണ്. Impulses are generated when stimuli evoke changes in the polarity in the plasma membrane of receptors. ഉദ്ദീപിക്കപ്പെടുന്ന നാഡീഭാഗത്ത് സംഭവിക്കുന്ന ചാർജ് വ്യതിയാനമാണ് ആവേഗങ്ങൾ ഉണ്ടാകാൻ കാരണം. വെൻ സ്റ്റിമുലേറ്റഡ്, ഉദ്ദീപിക്കപ്പെടുമ്പോൾ, ദ അയോണിക് ഈക്വലിബ്രിയം ഇൻ ദ പെർട്ടിക്കുലർ പാർട്ട് ചേഞ്ചസ്. ആ ഭാഗത്തുള്ള ഉദ്ദീപിക്കപ്പെടുന്ന ഭാഗത്തുള്ള ചാർജിൽ വ്യത്യാസം വരുന്നു. ആസ് എ റിസൾട്ട് ദ പൊളാരിറ്റി ചേഞ്ചസ്. അതിൻ്റെ ഭാഗമായി ആ ചാർജുകളിൽ വ്യത്യാസം വരുന്നു. ദ ഔട്ടർ സർഫസ് ബിക്കം നെഗറ്റീവ്ലി ചാർജ്ഡ്. സാധാരണയായി പ്ലാസ്മ മെംബ്രെയിൻ്റെ പുറം ഭാഗത്ത് പോസിറ്റീവ് ചാർജാണ്. പക്ഷേ ഉദ്ദീപിക്കപ്പെടുമ്പോൾ, സ്റ്റിമുലേറ്റഡ് ആകുമ്പോൾ പുറം ഭാഗം നെഗറ്റീവ് ആകും. ആൻഡ് ഇന്നർ സർഫസ് ബിക്കം പോസിറ്റീവ്ലി ചാർജ്. ഉൾഭാഗം പോസിറ്റീവ് ചാർജും ആയി മാറും. ഇനി എന്താണ് സിനാപ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? സിനാപ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രണ്ട് നാഡീകോശങ്ങൾ തമ്മിലോ അല്ലെങ്കിൽ നാഡീകോശവും പേശീകോശവുമായോ ഗ്രന്ഥികോശവുമായോ ബന്ധപ്പെടുന്ന ഭാഗമാണ് സിനാപ്സ്. സിനാപ്സ് ഈസ് എ ജംഗ്ഷൻ ബിറ്റ്വീൻ ടു ന്യൂറോൺസ്. ഇപ്പോൾ അങ്ങനെ ആയിക്കൊള്ളതല്ല. അല്ലെങ്കിലോ എ ന്യൂറോൺ ആൻഡ് എ മസിൽ സെൽ ഓർ എ ന്യൂറോൺ ആൻഡ് എ ഗ്ലാനുലാർ സെൽ. ദ ക്ലെഫ്റ്റ് ബിറ്റ്വീൻ ദ സിനാപ്റ്റിക് നോബ് ആൻഡ് ഡെൻഡ്രൈറ്റ് is called synaptic cleft. അപ്പോൾ ഇതാണ് സിനാപ്റ്റിക് ക്ലെഫ്റ്റ് എന്ന് പറയുന്നത്. രണ്ട് ന്യൂറോണുകൾക്കിടയിലുള്ള ഈ വിടവ്, അവിടേക്കാണ് ന്യൂറോ ട്രാൻസ്മിറ്റർ സെക്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ സിനാപ്സ് ഇസ് ദ ജംഗ്ഷൻ ബിറ്റ്വീൻ ടു ന്യൂറോൺസ് ഓർ എ ന്യൂറോൺ ആൻഡ് എ മസിൽ സെൽ ഓർ എ ന്യൂറോൺ ആൻഡ് ഗ്ലാനുലാർ സെൽ. അപ്പോൾ വെൻ ഇലക്ട്രിക് ഇമ്പൾസസ് ഫ്രം ആക്സോൺ റീച്ച് ദ സിനാപ്റ്റിക് നോബ്, ഇലക്ട്രിക് ഇമ്പൾസുകൾ ഈ സിനാപ്റ്റിക് നോബ് വരെ എത്തിക്കഴിഞ്ഞാൽ സർട്ടൻ കെമിക്കൽ സബ്സ്റ്റൻസസ് ആർ സെക്രീറ്റഡ്. ഏതാനും രാസ വസ്തുക്കൾ സെക്രീറ്റ് ചെയ്യപ്പെടും, സ്രവിക്കപ്പെടും. എങ്ങോട്ട്? ഈ സിനാപ്റ്റിക് ക്ലെഫ്റ്റിലേക്ക്. ദീസ് കെമിക്കൽ സബ്സ്റ്റൻസസ് ആർ കാൾഡ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. ഈ രാസവസ്തുക്കളെയാണ് നാഡീയ പ്രേഷകങ്ങൾ എന്ന് പറയുന്നത്. അവ എന്താ ചെയ്യുക? ദേ സ്റ്റിമുലേറ്റ് ദ അഡ്ജസന്റ് ഡെൻഡ്രൈറ്റ്. അവരെ തൊട്ടടുത്ത് കിടക്കുന്ന ഡെൻഡ്രൈറ്റ് സെല്ലിനെ, അല്ലെങ്കിൽ ഇവിടെ മസിൽ സെല്ലാണെങ്കിൽ മസിൽ സെല്ലിനെ, അല്ലെങ്കിൽ ഇവിടെ ഒരു ഗ്ലാൻഡ് സെല്ലാണെങ്കിൽ അതിനെ എന്ത് ചെയ്യും? സ്റ്റിമുലേറ്റ് ചെയ്യും. ആൻഡ് ന്യൂ ഇലക്ട്രിക് impulses are generated. They stimulate the adjacent dendrite or cell and new electric impulses are generated. അപ്പോൾ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് അല്ലെങ്കിൽ നാഡീയ പ്രേഷകങ്ങൾ?
Acetylcholine and dopamine are examples of neurotransmitters. സിനാപ്സിന്റെ ഫംഗ്ഷനും കൂടി നോട്ട് ചെയ്തോളൂ, ഇമ്പോർട്ടന്റ് ആണ്. ഇറ്റ് ഹെൽപ്സ് ടു റെഗുലേറ്റ് ദ സ്പീഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് ഇമ്പൾസസ്. ആവേഗങ്ങളുടെ വേഗതയും സഞ്ചാരദിശയും ക്രമീകരിക്കുവാൻ സിനാപ്സ് സഹായിക്കുന്നു. ഇനി ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ന്യൂറോൺസ് നോക്കാം. എന്താണ് ന്യൂറോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെർവസ് സിസ്റ്റത്തിന്റെ, നമ്മുടെ നാഡീയ വ്യവസ്ഥയുടെ 4 ഭാഗങ്ങളാണെന്ന് പറഞ്ഞു അല്ലെ. ആ 4 ഭാഗങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന ബേസിക് യൂണിറ്റ് ആണ് ഒരു ന്യൂറോൺ എന്ന് പറയുന്നത്. 4 ഭാഗങ്ങൾ ഏതൊക്കെയാണ്? റിസപ്റ്റാർസ് അല്ലെങ്കിൽ ഗ്രാഹികള്, പിന്നെ നെർവ് അല്ലെങ്കിൽ നാഡികള്, അത് കഴിഞ്ഞ നമ്മുടെ സ്പൈനൽ കോഡ് അല്ലെങ്കിൽ സുഷുമ്ന, പിന്നെ ബ്രെയിന് അല്ലെങ്കിൽ മസ്തിഷ്കം എന്ന് പറയാം. ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് ന്യൂറോണുകൾ കൊണ്ടാണ്. അപ്പൊ ഇവരുടെ ഫംഗ്ഷൻ എന്താണ്? ഇമ്പൾസുകളെ ബ്രെയിനിലേക്ക് എത്തിക്കുക, ബ്രെയിന് തരുന്ന മറുപടികളെ തിരിച്ച് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുക. അപ്പോൾ ഓൺ ദ ബേസിസ് ഓഫ് ഡയറക്ഷൻ ഓഫ് ഇമ്പൾസ്, ന്യൂറോൺസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു സെൻസറി ന്യൂറോൺസ് ആൻഡ് മോട്ടോർ ന്യൂറോൺസ്. സംവേദക നാഡികൾ എന്നും പ്രേരക നാഡികൾ എന്നും നമുക്ക് നാഡീകോശങ്ങളെ തരംതിരിക്കാം. സെൻസറി ന്യൂറോൺസ് ക്യാരി ഇമ്പൾസസ് ടു ദ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. ഈ സംവേദക നാഡികൾ എന്താ ചെയ്യുക? മസ്തിഷ്കത്തിലേക്കും സുഷുമ്നയിലേക്കും ആവേഗങ്ങളെ കൊണ്ടുപോകും. മോട്ടോർ ന്യൂറോൺസ് ക്യാരി ഇമ്പൾസസ് ഫ്രം ദ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് ടു വേരിയസ് പാർട്സ് ഓഫ് ദ ബോഡി. അപ്പോൾ മയലിൻ ഷീത്ത് എന്താണെന്നാണ് ഇനി നോക്കുന്നത്. ഒരു നാഡീകോശം അല്ലെങ്കിൽ ന്യൂറോണ് നമ്മൾ നോക്കി. ന്യൂറോണിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ, അതിന്റെ ഫങ്ഷൻസ്, അത് നിർബന്ധമായും പഠിക്കുക. പിന്നെ ഈ ന്യൂറോണിന്റെ സെൽ ബോഡിയിൽ നിന്നും വരുന്ന നീളം കൂടിയ തന്തുവാണ് ആക്സോൺ. ആൻ ഇലോങ്ങേറ്റഡ് ഫിലമെന്റ് ഫ്രം ദ സെൽ ബോഡി ഓഫ് ന്യൂറോൺ ഈസ് കാൾഡ് ആക്സോൺ. ചെറിയ ചെറിയ ഫിലമെന്റ്സ് ഉണ്ട്, അതാണ് ഡെൻഡ്രോണുകൾ. ഇത് ആക്സോൺ, നീളം കൂടിയത് ആക്സോൺ ആണ്. ആക്സോണിനെ കവർ ചെയ്തിട്ട് ഷ്വാൻ സെൽസ് കാണപ്പെടും. ഈ ഷ്വാൻ സെൽസ് നിരന്തരമായിട്ട് ആക്സോണിനെ കവർ ചെയ്ത് ഒരു ഷീറ്റ് പോലെ കാണപ്പെടും. പിന്നെ അതിൽ മയലിൻ എന്ന് പറയുന്ന ഒരു കൊഴുപ്പ് കൂടി വന്നടയും. അപ്പോൾ ഇതാണ് മയലിൻ ഷീത്ത് എന്ന് പറയുന്നത്. മയലിൻ ഷീത്ത് ഈസ് എ ഷൈനി വൈറ്റ് കളേർഡ് കവറിംഗ് that repeatedly encircle the axon. മിക്ക നാഡീകോശങ്ങളുടെയും ആക്സോണുകൾ മയലിൻ എന്ന കൊഴുപ്പ് നിറഞ്ഞ സ്തരത്താൽ ആവരണം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ധർമ്മങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഫങ്ഷൻസ് ഓഫ് മയലിൻ ഷീത്ത്. മയലിൻ ഷീത്ത് ആക്സോണിൻ്റെ പോഷക ഘടകങ്ങൾ, ഓക്സിജൻ തുടങ്ങിയവ നൽകും. ആവേഗങ്ങളുടെ വേഗം വർദ്ധിപ്പിക്കും. വൈദ്യുത ഇൻസുലേറ്ററായിട്ട് പ്രവർത്തിക്കും. ബാഹ്യ ക്ഷതങ്ങളിൽ നിന്ന് ആക്സോണിനെ സംരക്ഷിക്കും. ഇതൊക്കെ മയലിൻ ഷീത്തിൻ്റെ ധർമ്മങ്ങൾ. നമ്മൾ പറഞ്ഞു എങ്ങനെ ഈ നാഡീകോശങ്ങളിലൂടെ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ അല്ലെങ്കിൽ സെൻസറി ഓർഗൻസിന് ലഭിക്കുന്ന സ്റ്റിമുലസുകളെ മെസ്സേജുകളാക്കി മണിക്കൂറിൽ 431 കിലോമീറ്റർ വേഗതയിലാണ് നമ്മുടെ ബ്രെയിനിലേക്ക് കൊണ്ടുപോകുന്നത്, അവിടുന്ന് തിരിച്ചു വരുന്നതും. അപ്പോൾ ഇത് ഇലക്ട്രിക് ഇമ്പൾസുകളായിട്ടാണ് ഇവ പോകുന്നത്. ആ സമയത്ത് ഒരു വൈദ്യുത ഇൻസുലേറ്ററായിട്ട് ഈ മയലിൻ ഷീത്ത് വർത്തിക്കുന്നത് കൊണ്ട് തൊട്ടടുത്തുള്ള ഈ ആക്സോണിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന മറ്റ് ആക്സോണുകൾക്ക് അല്ലെങ്കിൽ മറ്റ് ന്യൂറോണുകൾക്കൊന്നും കേടുവരാതെ സംരക്ഷിക്കപ്പെടാൻ ഈ മയലിൻ ഷീത്ത് ഒരു കാരണമാകുകയാണ്. അതാണ് മയലിൻ ഷീത്തിൻ്റെ ധർമ്മം. എന്തൊക്കെയാണ്? പ്രൊവൈഡ്സ് നെസസറി ന്യൂട്രിയൻസ് ആൻഡ് ഓക്സിജൻ ടു ദ ആക്സോൺ. ആക്സോണിന് പോഷക ഘടകങ്ങൾ, ഓക്സിജൻ തുടങ്ങിയവ നൽകുന്നു. ആക്സിലറേറ്റ്സ് ഇമ്പൾസസ്. ആവേഗങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കുന്നു. ആൾസോ ആക്ട് ആസ് ഇലക്ട്രിക് ഇൻസുലേറ്റർ. വൈദ്യുത ഇൻസുലേറ്ററായിട്ട് പ്രവർത്തിക്കും. പ്രൊട്ടക്ട്സ് ദ ആക്സോൺ ഫ്രം എക്സ്റ്റേണൽ ഷോക്സ്. ബാഹ്യക്ഷതങ്ങളിൽ നിന്ന് ആക്സോണിനെ സംരക്ഷിക്കുകയും ചെയ്യുന്നത് ആരാണ്? ഈ ആക്സോണിനെ പൊതിഞ്ഞ് കാണപ്പെടുന്ന മയലിൻ ഷീത്തുകളാണ്. ഞാൻ ഫ്ലോ ചാർട്ടും എക്സാമിന് എപ്പോഴും വരാറുള്ളതാണ്. നെർവസ് സിസ്റ്റം 2ആയി ഭാഗിച്ചിട്ടുണ്ട്. സെൻട്രൽ നെർവസ് സിസ്റ്റം ഉണ്ട്, പെരിഫറൽ നെർവസ് സിസ്റ്റം ഉണ്ട്.
സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൻ്റെ പ്രധാന ഭാഗങ്ങളാണ് ബ്രെയിനും സ്പൈനൽ കോഡും. പെരിഫറൽ നെർവസ് സിസ്റ്റത്തിൻ്റെ പ്രധാന ഭാഗങ്ങളാണ് ക്രേനിയൽ നെർവ്സും സ്പൈനൽ നെർവ്സും. ഈ പെരിഫറൽ നെർവസ് സിസ്റ്റത്തിൻ്റെ ഭാഗം തന്നെയാണ് നമ്മുടെ സിമ്പതറ്റിക് വ്യവസ്ഥയും പാരാസിമ്പതറ്റിക് വ്യവസ്ഥയും. നാഡീവ്യവസ്ഥ, കേന്ദ്ര നാഡീവ്യവസ്ഥ, പെരിഫറൽ നാഡീവ്യവസ്ഥ രണ്ടെണ്ണാക്കിയിട്ടുണ്ട്. കേന്ദ്ര നാഡീവ്യവസ്ഥ പിന്നെയും മസ്തിഷ്കം, സുഷുമ്ന എന്നിങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പെരിഫറൽ നാഡീവ്യവസ്ഥയാണെങ്കിലോ ശിരോനാഡികൾ, സുഷുമ്ന നാഡികൾ എന്നിങ്ങനെയും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ബ്രെയിനിന്റെ വ്യത്യസ്ത ഭാഗങ്ങളെ പരിചയപ്പെടാം. ബ്രെയിനിന്റെ പ്രാധാന്യം എന്താണ്? നമ്മുടെ നെർവസ് സിസ്റ്റത്തെ രണ്ടായി വിഭജിച്ചിട്ടുണ്ട്. സെൻട്രൽ നെർവസ് സിസ്റ്റം, പെരിഫറൽ നെർവസ് സിസ്റ്റം. സെൻട്രൽ നെർവസ് സിസ്റ്റം കേന്ദ്രീയ നാഡീവ്യവസ്ഥയുടെ പ്രധാന ഭാഗമാണ് ബ്രെയിനും അടുത്തത് സ്പൈനൽ കോഡും. അപ്പോൾ ബ്രെയിനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് സെറിബ്രം. ദിസ് ഇസ് ദ ലാർജസ്റ്റ് പാർട്ട് ഓഫ് ബ്രെയിൻ. ബ്രെയിനിന്റെ ഏറ്റവും കൂടുതൽ ഭാഗം സെറിബ്രമാണ്. ഇതിന്റെ പ്രത്യേകത എന്താണ്? ധാരാളം ചുളിവുകളും കുഴികളും കാണപ്പെടും. ന്യൂമറസ് ഫിഷേഴ്സ് ആൻഡ് ഫോൾസ് ആർ സീൻ. അടുത്ത പ്രത്യേകത, the grey colored outer part of cerebrum is called cortex. അതിന് ഗ്രേ കളർ വരാൻ കാരണം എന്താണ്? അവിടെ ഗ്രേ മാറ്റർ ആണ് കൂടുതൽ, അതായത് മൈലിൻ ഇല്ലാത്ത നോൺ മൈലിനേറ്റഡ് നെർവ് സെൽസ് ആണ് കൂടുതൽ കാണപ്പെടുക ഔട്ടർ ഭാഗത്ത്. അതിന് പറയുന്ന പേരാണ് ഔട്ടർ കോർട്ടെക്സ്, ഇന്നർ മെഡുല. അടുത്തത് ഈ സെറിബ്രമാണ് കാഴ്ച, കേൾവി, ഭാവന, ബുദ്ധിശക്തി, ഓർമ്മ ഇതിന്റെയൊക്കെ സെന്റർ പറയുന്നത് സെറിബ്രമാണ്. സെന്റർ ഓഫ് തോട്ട്, ഇന്റലിജൻസ്, മെമ്മറി ആൻഡ് ഇമാജിനേഷൻ. കൂടാതെ ഇവോക്ക് സെൻസേഷൻസ്, വ്യത്യസ്ത സെൻസേഷൻസ്, കാഴ്ച എന്ന സെൻസ്, കേൾവി എന്ന സെൻസ്, രുചി, ഗന്ധം, സ്പർശം ഇതൊക്കെ ഉണ്ടാക്കുന്നത് നമ്മുടെ സെറിബ്രമാണ്. കൺട്രോൾസ് വോളണ്ടറി മൂവ്മെന്റ്സ്, നമ്മുടെ ഐച്ഛിക ചലനങ്ങളെ നമുക്കിപ്പോ ഇരുന്ന സ്ഥലത്ത് നിന്ന് എണീക്കണം തോന്നിയാൽ അത് നമ്മുടെ വോളണ്ടറി, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള മൂവ്മെന്റാ. അത്തരം മൂവ്മെന്റ്സിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? സെറിബ്രം. രണ്ടാമത്തെ ബ്രെയിനിലെ ഇമ്പോർട്ടന്റ് ഭാഗമാണ് സെറിബെല്ലം. സെറിബെല്ലം എന്ന് പറയുന്നതാണ് ഈ ഭാഗം. സെറിബ്രം ഇത് ഈ വലിയ ഭാഗം. രണ്ടാമത്തത് സെറിബെല്ലം. സെറിബെല്ലത്തിന്റെ പ്രത്യേകത the second largest part of the brain. രണ്ടാമത്തത് seen behind the cerebrum as two flaps. രണ്ട് ഫ്ലാപ്പുകളായിട്ട് നമ്മുടെ പെരടി ഭാഗത്ത് കൈവച്ച് നോക്കിയാൽ നമുക്കറിയാൻ പറ്റും, സെറിബെല്ലത്തെ നമുക്ക് ഫീൽ ചെയ്യാൻ കഴിയും. അപ്പൊ രണ്ട് ഭാഗത്ത് രണ്ട് ഫ്ലാപ്പുകളായിട്ടാണ് ഈ അല്ലെങ്കിൽ രണ്ട് ദളങ്ങളായിട്ടാണ് സെറിബെല്ലം കാണപ്പെടുന്നത്. ഇതിലും എന്തുണ്ട്? ഫിഷേഴ്സ് ആൻഡ് ഗ്രൂവ്സ്, ചുളിവുകളും കുഴികളൊക്കെ കാണാനുണ്ട്. ഇതിന്റെ ഫംഗ്ഷൻ കോർഡിനേറ്റ് മസ്കുലാർ ആക്ടിവിറ്റീസ് ആൻഡ് മെയിൻറ്റെയിൻസ് ഈക്വിലിബ്രിയം ഓഫ് ദ ബോഡി. നമ്മൾ കുറേ നേരം വട്ടം കറങ്ങിയാലൊക്കെ നമുക്ക് തലതിരിയൂലേ? അപ്പൊ ആ ഭാഗമൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? സെറിബെല്ലം. ചുരുക്കി പറഞ്ഞാൽ നമ്മളെ നിവർന്ന് നിൽക്കാൻ സഹായിക്കുന്നത് സെറിബെല്ലമാണ്. അപ്പോൾ ഇതൊക്കെയാണ് സെറിബെല്ലത്തിന്റെ ഫംഗ്ഷൻ. ഇത് സെറിബ്രം. രണ്ടാമത്തെ സെക്കൻഡ് ലാർജസ്റ്റ് പാർട്ടാണ് സെറിബെല്ലം. മൂന്നാമത് നമുക്ക് നോക്കുന്നത് തലാമസിനെ കുറിച്ചാണ്. തലാമസ് ആണ് ഈ കാണുന്നത്. തലാമസ് സിറ്റുവേറ്റഡ് ബിലോ സെറിബ്രം. സെറിബ്രത്തിന് തൊട്ടു താഴെയാണ് തലാമസ് കാണപ്പെടുന്നത്. ആക്ട് ആസ് റിലേ സ്റ്റേഷൻ ഓഫ് ഇമ്പൾസസ് ടു ആൻഡ് ഫ്രം ദ സെറിബ്രം. ആവേഗങ്ങളുടെ പുനഃപ്രസരണത്തിനൊക്കെ സഹായിക്കുന്നത് സെറിബ്രം, ഈ തലാമസ് ആണ്. അതായത് സ്പൈനൽ കോഡിലൂടെ ഇങ്ങോട്ടെത്തുന്ന ആവേഗങ്ങളൊക്കെ ബ്രെയിനിലേക്ക് കടത്തിവിടേണ്ടതുണ്ടോ, അതിലൂടെയൊക്കെ വരുന്ന സെൻസുകളെയൊക്കെ ബ്രെയിനിലേക്ക് കടത്തിവിടുന്നത് ആരാണ്? നമ്മുടെ തലാമസ്. ഇനി സെറിബെല്ലം നോക്കാം. സെറിബെല്ലം പറഞ്ഞു, സെറിബ്രം പറഞ്ഞു, സെറിബെല്ലം പറഞ്ഞു, തലാമസ് പറഞ്ഞു. അടുത്തതാണ് മെഡുല ഒബ്ലോങ്കേറ്റ. ഈ ഭാഗം ബ്രെയിനിന്റെ താഴെ നമ്മുടെ സ്പൈനൽ കോഡുമായിട്ട് അറ്റാച്ച് ചെയ്യുന്ന ഭാഗം. ദ റോഡ് ഷേപ്ഡ് മെഡുല ഒബ്ലോങ്കേറ്റ ഈസ് സീൻ ബിലോ ദ സെറിബ്രം ലൊക്കേറ്റഡ് നിയർ ദ സെറിബെല്ലം. ഈ മെഡുല ഒബ്ലോങ്കേറ്റ കൺട്രോൾസ് ഇൻവോളണ്ടറി ആക്ഷൻസ് ലൈക്ക് ഹാർട്ട് ബീറ്റ് ആൻഡ് ബ്രീത്തിങ്. അതുകൊണ്ടാണ് നമ്മൾ പെരടിക്ക് തല്ലാൻ പാടില്ല എന്നൊക്കെ പറയുന്നത്. കാരണം എന്താണ്? അവിടെ മെഡുല ഒബ്ലോങ്കേറ്റ ഉണ്ട്.
അതാണ് നമ്മുടെ ഇൻവോളണ്ടറി അനൈച്ഛിക ചലനങ്ങളായ ഹൃദയമിടിപ്പ്, ശ്വാസോച്ഛ്വാസ നിരക്ക് ഇതൊക്കെ നിയന്ത്രിക്കുന്നത് മെഡുല്ല ഒബ്ലോങ്കേറ്റയാണ്. അപ്പൊ മെഡുല്ല ഒബ്ലോങ്കേറ്റയ്ക്ക് ഉണ്ടാകുന്ന പരിക്കുകൾ മരണത്തിന് വരെ കാരണമാകാം. കാരണം ഇറ്റ് കൺട്രോൾസ് ദ ഇൻവോളണ്ടറി ആക്ഷൻസ് ലൈക്ക് ഹാർട്ട് ബീറ്റ്, ബ്രീത്തിങ് എക്സെട്ര. അടുത്തതാണ് ഹൈപ്പോതലാമസ്. ഹൈപ്പോതലാമസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയി നിങ്ങൾ 3ാമത്തെ ചാപ്റ്ററിൽ പഠിക്കും. ഇവിടെയാണ് ഹൈപ്പോതലാമസ്. സിറ്റുവേറ്റഡ് ജസ്റ്റ് ബിലോ ദ തലാമസ്, പ്ലേസ് എ മേജർ റോൾ ഇൻ ദ മെയിന്റനൻസ് ഓഫ് ഹോമിയോസ്റ്റാസിസ്. ശരീര തുലന നിലപാലനത്തിന് സഹായിക്കുന്നത് ഹൈപ്പോതലാമസാ. അതായത് നമ്മുടെ ബ്ലഡിൽ ഒരു നിശ്ചിത അളവ് ഷുഗർ വേണം, കാൽഷ്യം വേണം, ജലം വേണം, പിന്നെ നമ്മുടെ വളർച്ചാ പ്രവർത്തനങ്ങളെ ഇതൊക്കെ നിലനിർത്തുന്നതാണ് ഹോമിയോസ്റ്റാസിസ്. അതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് നമ്മുടെ ഹൈപ്പോതലാമസ് ആണ്.